ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ആര്യബേഡയുടെ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല. ആര്യബേഡയുടെ വാർത്ത എടുത്തിട്ട് പല മീഡിയക്കാരും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ചില കമൻറ്റുകൾ ഞാനിവിടെ ആഡ് ചെയ്ത് വിട്ടേക്കാം. ആര്യബേഡയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബെഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു പരിപാടിക്കകത്തൂടെയാണ് നമ്മൾ ആര്യയെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസിലേക്ക് വന്നു, അതിനുശേഷം ബിസിനസ്സിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആങ്കർ എന്നുള്ള രീതിയിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യ ബെഡായി. ആര്യ വിവാഹം കഴിക്കുന്നത് സിബിനെയാണ്. സിബിനെ ഞാൻ അറിയുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. സിബിൻ ബിഗ് ബോസിൽ വരുന്നു, അതിനുശേഷമുള്ള വിവാദങ്ങൾ, പലതരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിബിനെ അറിയുന്നത്. ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു, ഇവർ തമ്മിൽ പല വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. അവർ എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നു, വിവാഹത്തിലേക്ക് പോകുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ആര്യബേഡയുടെ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ പക്ക പോസിറ്റീവാണ്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് ആൾക്കാർ കൺഗ്രാറ്റ്സ് ചെയ്യുന്നു, സന്തോഷം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. പക്ഷേ ഇത് വാർത്തയാക്കിയിട്ട് പല മീഡിയക്കാരും ഈ ഫേസ്ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിൻ്റെ കമൻറ്റ് എഴുതിയിരിക്കുന്ന ഈ രീതി. പലപ്പോഴും എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആരുടെ ഒരു കല്യാണം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സക്സസ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു കുട്ടി ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട് വെക്കുന്നു. കൂടുതലും ഞാൻ കമൻറ്റൊക്കെ ചെയ്യുന്നത് വീട് വെക്കുന്ന വിഷ്വൽസ് കാണാൻ നേരത്താണ്. പല ആൾക്കാരും ഒരൊറ്റ മുറി വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഇപ്പം നമ്മൾ പഴയത് പുതിയതെന്നുള്ള രീതിയിലുണ്ട്. അതുപോലെ ഈ ജിമ്മിന് പോയിട്ടുള്ള വ്യത്യാസവും കാണിക്കത്തില്ല. അങ്ങനെ ഈ പഴയത് പുതിയെന്നുള്ള രീതിയിൽ പഴയ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്ര നാളിന് ശേഷം അവർ നല്ലൊരു വീട് വെക്കാൻ നേരത്ത് എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറ്. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇവരൊന്നും അറിയത്തുമില്ല, ഞാനിതുവരെ ജീവിതത്തിൽ കണ്ടിട്ടും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന ഒരാൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. അത് കാണാൻ നേരത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതിനൊക്കെ പോയി കമൻറ്റ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് ഒരാൾ ബോഡി വർക്കൗട്ട് ചെയ്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വിഷ്വൽസ് കാണാൻ നേരത്ത് ഞാൻ കമൻറ്റ് ചെയ്യാറ്. ഭയങ്കര ഹാർഡ് വർക്കാണ്. ഒരു പ്രാവശ്യം ജിമ്മിൽ പോയിട്ടുള്ളവർക്കറിയാം എന്താണ് അതിനെടുക്കുന്ന ഹാർഡ് വർക്ക് എന്താണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ നല്ല മൂമെൻ്റ് ആയിട്ടുള്ള വിവാഹം, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത്, ആ കുട്ടിക്ക് പേരിടുന്നതൊക്കെ കാണാൻ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കും, ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷെ നമ്മൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവ് അടിക്കാറില്ല. അത് അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എന്തോ പ്രശ്നം അവർക്കുണ്ടെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വിഷയത്തെ വിമർശിക്കുന്നുണ്ട്, തെറ്റില്ല. ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ വിമർശിക്കാം, ഒരാൾ എന്തെങ്കിലും സമൂഹത്തിന് തെറ്റായ രീതിയിലുള്ള സന്ദേശം കൊടുത്ത് വിമർശിക്കാം, എന്നെ നിങ്ങളെ എല്ലാം ആർക്കും വിമർശിക്കാം. പക്ഷെ ഒരാവശ്യമില്ലാത്ത ഒരാളുടെ നല്ല സന്തോഷമുള്ള ഒരു ഫോട്ടോ കാണാൻ നേരത്ത്, ഒരു വീഡിയോ കാണാൻ നേരത്ത് നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ കുറച്ച് കമൻറ്റുകളിലൂടെ വായിക്കാം. ഇതിനകത്ത് വലിയൊരു ഭാഗം സ്ത്രീകൾ കമൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും കുറേ കമൻറ്റുകൾ. റിലേ മത്സരത്തിൽ ബാറ്റൺ കൈവശപ്പെടുന്നത് അടുത്തയാൾ എന്നുള്ള രീതിയിലാണ് ഇവരുടെ എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടായിരിക്കും. നിങ്ങൾ ഉച്ചയ്ക്ക് ചോറാണല്ലോ കഴിക്കുന്നത്. മറ്റൊരു കമൻറ്റ് എന്ന് കൃഷ്ണവിലാസം ഭഗീരഥം വില, ചെറിയ വെടി 1 വലിയ വെടി 1 എന്നുള്ള രീതിയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. വേർപിരിയൽ ഡേറ്റ് കൂടി ഫിക്സ് ചെയ്തിട്ടാവാമായിരുന്നു എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വരുന്നുണ്ട്. മൂന്നാമത്തേതല്ലേ കൂടുതൽ വർണ്ണന ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആ കമൻറ്റ് ഇതിനകത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മൂന്നാമത്തല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു അവരാരെങ്കിലും 1 or 2 കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷമുള്ള അടുത്ത ഒരു കല്യാണത്തിലേക്കായിരിക്കും ഇവർ പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കുന്ന കാര്യം, ഈ വിവാഹ മോചനത്തെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കാണുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ എന്നും സഹിച്ചു ഇപ്പോഴും അങ്ങനെ പോകണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ലൈഫിലേക്ക് വരാത്തിടത്തോളം കാലം പലർക്കും അതൊരു കുറ്റപ്പെടുത്താൻ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഒരു ലൈഫുണ്ട്, ആ ലൈഫിൽ നമുക്ക് പരസ്പരം പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷനാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. അത് തിരഞ്ഞെടുത്ത് പോകുന്ന ആൾക്കാരെ എന്തോ മോശപ്പെട്ട ആൾക്കാരായിട്ട് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കമൻറ്റ് ഇത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ലൈഫിൽ ചേരാത്ത 2 പേർ കൂടി ഒരു ജയിലിൽ കിടക്കുന്ന പോലെ മുമ്പോട്ട് പോകുന്നതിന് പകരം മറ്റൊരാളെ കണ്ട് നമുക്ക് ഓക്കെ ആയി ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെന്നെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ മൂന്നാമത്തതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വന്നിട്ട് കമൻറ്റ് ഇതിനിടുന്നതിനെ എനിക്ക് യോജിപ്പില്ല. നല്ലൊരു അച്ഛനല്ല താനും എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇടുന്നു. സിബിനെ പറ്റിയായിരിക്കും അത് ഉദ്ദേശിച്ചത്. എന്നാണോ അടുത്തത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ. സൈനയുടെയും വിഷവും നല്ല ചേർച്ചയാണ്. 6 മാസം അത് കഴിഞ്ഞ് വേറൊരെണ്ണം എത്ര ദിവസത്തേക്കായി, എത്ര കാലം ഉണ്ടാകും, പിരിയാൻ പറ്റിയ മുഹൂർത്തങ്ങൾ ഇപ്പോഴേ നോക്കി വയ്ക്കുക, മൂന്നാമതായെങ്കിലും മുറുകെ പിടിക്കുക എന്നായിരിക്കും
എന്നാലും നാണമില്ലേ നിനക്കൊന്നും, അവർ കല്യാണം കഴിക്കുന്ന നാണമില്ലേ നിനക്കൊന്നും എന്നുള്ള രീതിയിൽ അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ശരിയാണ്, വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ എല്ലാം ഫയലിൽ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരിപ്പുണ്ട്, നമുക്ക് ചിലപ്പോൾ നല്ല ജോലികൾ കാണും. പക്ഷേ ഒരു പൊതു സ്ഥലത്ത് പെരുമാറുന്ന രീതി ചിലപ്പോഴെങ്കിലും ചില മലയാളികൾ വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വിമർശനമാകാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഏത് സമയത്ത് എങ്ങനെ ഏതിനെപ്പറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളും കാണാൻ നേരത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി ഇങ്ങനെയൊക്കെ പറയണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതുപോലുള്ള കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ വിലയിരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റോഡിൽ കൂടെ പോകുന്നിടത്ത് ഒരു ആംബുലൻസ് പോകുന്നു അത്യാഹിതമായിട്ട്, നമ്മൾ മനസ്സിലെങ്കിലും പ്രാർത്ഥിക്കും അയാൾ രക്ഷപ്പെട്ടു പോകുന്നത്. അത് ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരണം നമ്മൾ കാണും. അതിപ്പോൾ എത്ര വലിയ ക്രൂരനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അയാൾ മരണപ്പെട്ട് കിടക്കാൻ നേരത്ത് നമ്മൾ സൈഡിൽ മാറി നിന്നിട്ട് മറ്റേ ഡയലോഗ് അടിക്കാറില്ല, അല്ലെന്നുണ്ടെങ്കിൽ ചിരിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മരണമാണ്, അയാൾ ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോവുകയാണ്, അത് വളരെ മോശപ്പെട്ട സമയമാണ്. ആ സമയത്തെ നമ്മൾ ആഘോഷിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് എനിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. ഒരാളുടെ നല്ലൊരു സമയം അയാൾ മറ്റൊരാളെ ഉപദ്രവിക്കാതെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എത്ര നാൾ എങ്ങനെയാണ് ഇതങ്ങനെയാണ്, ഇതൊന്നും തുടരാൻ പോകുന്നില്ല, 3-ാം വിവാഹം 4-ാം വിവാഹം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ഇടുന്ന ഒരു വല്ലാത്ത മനോഭാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. എപ്പോഴും നമ്മൾ പൊതുവെ മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്നുകൂടി ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.